അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1431 സൂറത്തു ഇബ്രാഹിം 37 മുതൽ 41 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون ربنا إنك تعلم ما نخفي وما نعلن وما يخفى على الله من شيء في الأرض ولا في السماء الحمد لله الذي وهب لي على الكبر إسماعيل وإسحاق إن ربي لسميع الدعاء رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ربنا ഞങ്ങളുടെ നാഥ ഇന്നി അസ്കന്തു മിൻ ദുർരിയത്തി, എന്റെ സന്തതികളിൽ നിന്ന് ചിലരെ ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു ബിവാദിൻ ഗൈരി ദി സറഇൻ, കൃഷിയൊന്നുമില്ലാത്ത ഒരു താഴ്വരയിൽ, ഇൻദ ബൈത്തിക്കൽ മുഹറം, നിന്റെ പവിത്രമായ ഭവനത്തിനടുത്ത്. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, ലിയുഖീമുസ്സലാ, അവർ നിസ്കാരം നിലനിർത്തുന്നവരാവാൻ വേണ്ടി. ഫജഅൽ അഫ്ഇദത്തം മിനന്നാസി, അതിനാൽ ജനങ്ങളിൽ നിന്ന് ചിലരുടെ ഹൃദയങ്ങളെ നീ ആക്കേണമേ. തഹ്വി ഇലൈഹിം, അവരിലേക്ക് ചായ്വുള്ളതാക്കേണമേ. അവരെ സ്നേഹിക്കാനും അവരോട് അനുകമ്പ കാണിക്കാനും അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളിൽ ഇടപെടാനുമൊക്കെയുള്ള ഒരു സംവിധാനം നീ ഉണ്ടാക്കണമേ എന്നർത്ഥം. വർസുഖുഹും മിനസ് സമറാത്തി, പഴങ്ങളിൽ നിന്നുള്ള ഉപജീവനം നീ അവർക്ക് നൽകുകയും ചെയ്യണമേ. ലഅല്ലഹും യഷ്കുറൂൻ, അവർ നന്ദിയുള്ളവരാവാൻ. റബ്ബന, ഞങ്ങളുടെ നാഥ, ഇന്നക തഅലമു മാ നുഖ്ഫി വമാ നുഅ്ലിൻ, ഞങ്ങൾ പരസ്യമാക്കുന്നതും രഹസ്യമാക്കുന്നതും നിശ്ചയം നിനക്കറിയാം. വമാ യഖ്ഫാ അലല്ലാഹി മിൻ ഷൈഇൻ ഫിൽ അർളി വലാ ഫിസ് സമാ, ആകാശങ്ങളിലും ഭൂമിയിലും ഒന്നും അല്ലാഹുവിന്റെ മേലിൽ അവ്യക്തമാകുന്നില്ല. എന്റെ ഈ പ്രാർത്ഥനയുടെ സ്പിരിറ്റ് എന്താന്ന് പോലും, അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താന്നൊക്കെ നിനക്കറിയാമെന്നർത്ഥം. അൽഹംദുലില്ലാഹി, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അല്ലദീ വഹബലി, എനിക്ക് നൽകിയ അല്ലാഹു, അലൽ കിബരി, പ്രായാധിക്യത്തോടുകൂടെ തന്നെ, ഇസ്മായിൽ വ ഇസ്ഹാഖ്, ഇസ്മായിൽ ഇസ്ഹാഖ് എന്ന രണ്ടു സന്താനങ്ങളെ നൽകിയ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. ഇന്ന റബ്ബീ ലസമീഉ ദുആ, നിശ്ചയം എന്റെ നാഥൻ പ്രാർത്ഥന കേൾക്കുന്നവനാകുന്നു, അഥവാ അതിന് ഉത്തരം നൽകുന്നവനാകുന്നു. റബ്ബി ജഅൽനീ മുഖീമസ്സലാ, നാഥ നീ എന്നെ നിസ്കാരം നിലനിർത്തുന്നവനാക്കണമേ. വമിൻ ദുർരിയത്തി, എന്റെ സന്താനങ്ങളിൽ നിന്നും നിസ്കാരം നിലനിർത്തുന്നവരെ നീ ഉണ്ടാക്കണമേ. റബ്ബനാ വതഖബ്ബൽ ദുആ, നാഥ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കുകയും ചെയ്യണമേ. റബ്ബനാ ഗഫിർലി, നാഥ നീ എനിക്ക് പുറത്തു തരണമേ. വലിവാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്കും. വലിൽ മുഅ്മിനീന, സത്യവിശ്വാസികൾക്കും നീ പൊറുക്കണമേ. യൗമ യഖൂമുൽ ഹിസാബ്, വിചാരണ നിലനിൽക്കുന്ന ദിനത്തിൽ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്തു. ഈ ദുആഇന്റെ തുടക്കത്തിൽ ഇപ്പൊ നമ്മൾ കണ്ടത് റബ്ബന ഇന്നി അസ്കന്തു മിൻ ദുർരിയത്തി, എന്റെ സന്താനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ചിലരെ ഞാൻ താമസിപ്പിക്കുകയാണ് ബിവാദിൻ ഗൈരി ദി സറഇൻ, കൃഷിയൊന്നുമില്ലാത്ത താഴ്വാരത്ത്, ഇൻദ ബൈത്തിക്കൽ മുഹറം, നിന്റെ വിശുദ്ധ ഭവനത്തിനടുത്ത് എന്നാണ്. എന്താണ് ഇതിന്റെ ചരിത്രം? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒറ്റ വാക്കിൽ ഞാൻ പറയാം. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ വളരെ ചുരുക്കം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമുക്കറിയാവുന്നതുപോലെ സാറ ബീവിയായിരുന്നു അവിടുത്തെ ഭാര്യ. അങ്ങനെ അവർക്ക് സമ്മാനമായി ലഭിച്ച ഹാജർ എന്ന് പറയുന്ന അടിമ സ്ത്രീയെ മക്കളില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അടിമയായിട്ട് സമ്മാനമായിട്ട് സാറ ബീവി നൽകുകയും
ആ ഹാജറ ബീവിയിൽ നിന്ന് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം എന്ന കുഞ്ഞുണ്ടാവുകയും ചെയ്തു. സംഗതി മക്കളില്ലാത്ത അവസ്ഥയിലാണ് നൽകിയത്. ഒരു കുട്ടിയുണ്ടായി കിട്ടിയാൽ നല്ലത് എന്ന പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും കുഞ്ഞുണ്ടായപ്പോ സാറ ബീവിക്ക് അവരുടെയും അതേപോലെ കുഞ്ഞിന്റെയും സാന്നിധ്യം എന്തോ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടു. ഞങ്ങളെ എല്ലാവരെയും കൂടെ ഒരേ സ്ഥലത്ത് നിർത്താൻ പറ്റില്ല, മറ്റൊരു സ്ഥലത്തേക്ക് അവരെ ഷിഫ്റ്റ് ചെയ്യണം എന്ന് സാറ ബീബി റളിയല്ലാഹുവിനെ നിർദ്ദേശിക്കുന്നു. ആ സമയത്ത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഹാജറ ബീവിയെയും അതേപോലെ മോൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയും മക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ചരിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ് മക്ക. ഏറ്റവും കൂടുതൽ ലോകത്ത് ആദ്യമായി തന്നെ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിച്ച ഭവനമാണല്ലോ കഅബാലയം. ആ കഅബത്തിന്റെ പരിസരത്ത് ചരിത്രത്തിന്റെ ഒരു വല്ലാത്ത ഒരു സംവിധാനത്തിന്റെ തുടക്കം എന്ന രൂപത്തിൽ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയും ഹാജറ ബീവിയെയും അവിടെ കൊണ്ടുവന്ന് നിർത്തുകയാണ്. അവിടെ കഅബാലയത്തിന്റെ പരിസരത്ത് അവരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അന്ന് ഇബ്നു അബ്ബാസ് തങ്ങളുടെ റിപ്പോർട്ടിലുള്ളത് വലൈസ ബി മക്കത യൗമഇദിൻ അഹദുൻ വലൈസ ബിഹാ മാഉൻ. അന്നവിടെ മക്കയിൽ ആരുമില്ല, അതേപോലെ തന്നെ വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. അങ്ങനെ രണ്ടുപേരെയും അവിടെ നിർത്തിയപ്പോ വളാ ഇൻദഹുമാ ജിറാബൻ ഫീഹി തംറുൻ സിഖാഅൻ ഫീഹി മാഉൻ, വെള്ളമുള്ള ഒരു തോൽപാത്രവും അതേപോലെ ഈത്തപ്പഴമുള്ള ഒരു സഞ്ചിയും, ഇത് രണ്ടുമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവിടെ ഏൽപ്പിച്ചു പോകുന്നത്. അങ്ങനെ അതും ഏൽപ്പിച്ചിട്ട് സുമ്മ ഖഫ ഇബ്രാഹിം മുൻതലിഖ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തിരിഞ്ഞു നടക്കുകയാണ്. ഹാജറ ബീവിയോടും അതേപോലെ മോനോടും ഒന്നും പറയാതെ തിരിഞ്ഞു നടന്നപ്പോ ഫതബിഅതുഹു ഉമ്മു ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ ഹാജറ ബീവി അവരെ പിന്തുടർന്നു. ഇബ്രാഹിം നബിന്റെ പിന്നാലെ ചെന്നിട്ട് ചോദിച്ചു, യാ ഇബ്രാഹിം ഐന തദ്ഹബ് വതത്റുകുനാ ബിഹാദൽ വാദി അല്ലദീ ലൈസ ഫീഹി അനീസും വലാ ഷൈ, കൂട്ടിനാരെങ്കിലുമില്ലാത്ത മറ്റൊരു സംവിധാനങ്ങളും ഇല്ലാത്ത ഈ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് ഞങ്ങളെ കൊണ്ടുവന്നാക്കിയിട്ട് ഞങ്ങളെ വിട്ടേച്ചു പോവുകയാണോ എന്ന് ചോദിച്ചു. പലവട്ടം ചോദിച്ചുവെങ്കിലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തിരിഞ്ഞു നോക്കുകയോ അതിനോട് പ്രതികരിക്കുകയോ ചെയ്തില്ല. അങ്ങനെ വന്നപ്പോ ബഹുമാനപ്പെട്ട ഹാജറ ബീവി ഒരു ചോദ്യവും കൂടെ ചോദിക്കുകയാണ്, അല്ലാഹു അമറക ബിഹാദ, അല്ലാഹു ആണോ നിങ്ങളോട് ഇത് കൽപ്പിച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, നഅം, അതെ, അല്ലാഹു കൽപ്പിച്ചതാണ് എന്ന്. അപ്പൊ ഹാജറ ബീവി പറഞ്ഞു, ഇദല്ലാ യുളയ്യുന, എന്നാ പിന്നെ അല്ലാഹു ഞങ്ങളെ വെറുതെ ആക്കില്ല, അഥവാ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടത് അല്ലാഹു തആല തരും, ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം. പിന്നെ അവരൊന്നും പറഞ്ഞില്ല, തിരിച്ചു നടന്നു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവിടെ നിന്ന് ഇറങ്ങി ഇന്നത്തെ ഹുജൂൻ എന്ന് പറയുന്ന ആ പ്രദേശത്ത് ജന്നത്തുൽ മുഅല്ലയുടെ ഒക്കെ പരിസരത്തുള്ള ഹുജൂനിലെത്തി. അവിടെ നിന്ന് ഇനി ഇങ്ങോട്ട് നോക്കിയാൽ ഹാജറ ബീബിയും മോനും കാണൂല എന്നുള്ളൊരു ഘട്ടത്തിലെത്തിയപ്പോ കഅബയുടെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് മനസ്സ് പൊട്ടിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ് ഈ നടത്തിയത്. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, ഇന്നി അസ്കന്തു മിൻ ദുർരിയത്തി, എന്റെ സന്താന പരമ്പരയിൽ നിന്ന്, എന്റെ സന്താനങ്ങളിൽ നിന്ന് ചിലരെ ഞാനിതാ താമസിപ്പിച്ചിരിക്കുകയാണ്. ബിവാദിൻ ഗൈരി ദീ സറഇൻ, കൃഷിയില്ലാത്തൊരു താഴ്വരയിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. എന്റെ ബൈത്തിക്കൽ മുഹറം, നിന്റെ വിശുദ്ധമായ കഅബത്തിനടുത്ത്. അതുകൊണ്ട് അല്ലാഹുവേ, അവർക്ക് ആവശ്യമായതൊക്കെ നീ നൽകണം എന്ന അർത്ഥത്തിൽ, ഞാൻ നിന്നിൽ ഏൽപ്പിച്ചു പോകുന്നു എന്ന അർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നടത്തിയ പ്രാർത്ഥനയുടെ വാക്യങ്ങളാണിത്. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ ഹാജറ ബീബി റളിയല്ലാഹു അൻഹ ഈ തൂൽപാത്രത്തിലെ വെള്ളത്തിൽ നിന്ന് കുടിക്കും, അതേപോലെ കുഞ്ഞിന് മുലയൂട്ടും, ഈത്തപ്പഴം കഴിക്കും. അങ്ങനെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ദിവസങ്ങൾക്ക് ശേഷം കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പഴം തീർന്നു, അതേപോലെ പാത്രത്തിലുണ്ടായിരുന്ന വെള്ളവും തീർന്നു. ഇനി സഹായം ചോദിക്കാനോ വെള്ളത്തിന് സംവിധാനം ഉണ്ടാക്കാനോ ഒന്നും യാതൊരു വഴിയുമില്ല. കുട്ടിയാണെങ്കിൽ മുലപ്പാൽ വേണ്ടത്ര കിട്ടാതാകുമ്പോ കരച്ചിലിന്റെ വക്കിലെത്തും. കുട്ടി നിലത്ത് വിശന്ന് കാലിട്ടടിക്കുന്നത് കാണുമ്പോ ആ രംഗം കണ്ട് സഹിക്കാനാവാതെ ഹാജറ ബീബി റളിയല്ലാഹു അൻഹ ഒരു ദിനം ഇബ്നു അബ്ബാസ് രേഖപ്പെടുത്താണ്, ഫന്തലഖത്ത് കറാഹിയത്താൻ തൻളുറ ഇലൈഹി, കുട്ടിയെ കാണാൻ പറ്റണില്ല ഈ ഒരവസ്ഥയിൽ. ഒരു മാതൃ സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ ഈ ദയനീയാവസ്ഥയിൽ കാണാൻ സാധിക്കാതെ അവര് അവിടുന്ന് സഫ അഖറബ ജബലിൻ ഫിൽ അർളി യലീഹ, അവരുടെ അടുത്തുള്ള സഫ എന്ന് പറയുന്ന കുന്ന് അവർ കണ്ടു. ആ കുന്നിലേക്ക് അവർ കയറി. ആ കുന്നിലേക്ക് കയറുന്നത് എന്തിനാണ്? അവിടെ കയറിയിട്ട് ആരെങ്കിലും ആ പരിസരത്തൂടെ പോകുന്നവരുണ്ടോ, അപ്പുറത്തെവിടെങ്കിലും ജനതാമസമുണ്ടോ, ആരുടെയെങ്കിലും സഹായത്തിനുള്ള വല്ല സംവിധാനവും ലഭിക്കുമോ എന്നൊക്കെ അന്വേഷിക്കാനാണ്. മലമുകളിൽ കയറി നാലുപാടും വീക്ഷിച്ചിട്ടും പക്ഷേ പ്രതീക്ഷയുടേതായിട്ടുള്ള യാതൊരു സംവിധാനവും ലഭിച്ചില്ല. ആ മലയിൽ നിന്ന് ഇറങ്ങി ബഹുമാനപ്പെട്ടവർ അപ്പുറത്തുള്ള അതിന്റെ നേരെ ഓപ്പോസിറ്റിലുള്ള മർവ എന്ന് പറയുന്ന മല, ആ മലയിലേക്ക്, ആ കുന്നിലേക്ക് പോയി.
അങ്ങനെ പോകുമ്പോഴും വരുമ്പോഴുമൊക്കെ ബഹുമാനപ്പെട്ട ഹാജർ ബീബി റളിയല്ലാഹു അൻഹ കുഞ്ഞിനെ കുറിച്ച് ഓർക്കുമ്പോൾ നടത്തത്തിന് സ്പീഡ് കൂട്ടും. അങ്ങനെ ഒരു ഓട്ടത്തിന്റെ അടുത്ത് എത്തുന്ന വിധത്തിൽ നടക്കും. ആ സ്ഥലങ്ങൾ പ്രത്യേകം അടയാളപ്പെടുത്തി ഇന്നും സഫാ മർവക്കടയിൽ സഅയ് നടക്കുമ്പോൾ ഹാജിമാർ ഹാജർ ബീവിയുടെ ആ ത്യാഗനിർഭരമായ സംഭവത്തെ ഓർത്തുകൊണ്ട് സ്പീഡിൽ നടക്കണമെന്ന നിർദ്ദേശമുണ്ട് എന്ന് നമുക്കറിയാം. പ്രത്യേകമായിട്ടുള്ള സഫാ മർവക്കടയിലുള്ള സഅയിനിടക്ക് പച്ച ലൈറ്റ് കൊണ്ട് രണ്ടു ഭാഗവും പ്രത്യേകം അടയാളപ്പെടുത്തിയത് ഇന്ന് ഹജ്ജിനൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പൊ നോക്കൂ, ബഹുമാനപ്പെട്ട ഹാജർ ബീവി റളിയല്ലാഹു അൻഹ ഈ മലയിൽ നിന്നിറങ്ങി അടുത്തയിൽ കയറും. അവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും, തിരിച്ചങ്ങോട്ട് തന്നെ പോകും. ആരെങ്കിലും അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയാലോ എന്ന പ്രതീക്ഷയാണ് മനസ്സിലുള്ളത്. അങ്ങനെ 7ാമത്തെ തവണ മറുവായുടെ മുകളിൽ കയറി നിൽക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത് പോലെ ഹാജർ ബീവിക്ക് തോന്നി. ആരോ ഇവിടെ ഉണ്ട് എന്ന തോന്നൽ, ആ ഒരു ശബ്ദം കേൾക്കുന്നത് പോലെ തോന്നിയപ്പോ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നീ എന്നെ കേൾക്കുന്നുണ്ടല്ലോ, ആരാണെന്ന് അറിയില്ല, എന്തായാലും നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടല്ലോ, എന്തൊക്കെ അവാസ്, നിങ്ങളുടെ അടുത്ത് വല്ല സഹായവും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യണം എന്ന് ഹാജർ ബീവി റളിയല്ലാഹു അൻഹ കാണാത്ത ആളോട് ഇസ്തിഗാസ നടത്തി. കാണാത്ത ആളോട് സഹായം ചോദിച്ചു. കാണാത്ത ആളോട് സഹായം ചോദിച്ചാൽ അപ്പൊ വരും ചുരുക്കും എന്നൊക്കെ ധരിക്കുന്ന സാധുക്കളുണ്ട്. അങ്ങനെയൊന്നുമില്ല, അതിനൊക്കെ ചില മാനദണ്ഡങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും കാണാത്ത ആളോട് സഹായം ചോദിച്ചു. ആ സഹായം ചോദിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ അതാ കാണുന്നു ബഹുമാനപ്പെട്ട ഇന്നത്തെ സംസം കിണർ നിൽക്കുന്ന ഭാഗത്ത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ കിടത്തിയ ആ ഭാഗത്ത് അവിടെ മലക്ക് ചിറക് കൊണ്ടടിക്കുകയും അഥവാ ജിബ്രീൽ അലൈഹി ഇസ്ലാം തന്റെ ചിറക് കൊണ്ടടിക്കുകയും അവിടെ വെള്ളം പൊട്ടിയൊലിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുകയും ഉടനെ തന്നെ അവിടെ ഓടി വന്ന ഹാജർ ബീവി റളിയല്ലാഹു അൻഹ തന്റെ കൈകൊണ്ട് ആ വെള്ളത്തെ തടഞ്ഞു നിർത്താനുള്ള ശ്രമം നടത്തുകയും തന്റെ കൈയിലുള്ള പാത്രങ്ങളിലെല്ലാം വെള്ളം എടുത്തു സൂക്ഷിക്കുകയും ചെയ്തു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടിലുണ്ട്. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹാജർ ബീവി റളിയല്ലാഹു അൻഹ അതിനെങ്ങനെ കെട്ടി നിർത്തി ഒലിക്കാതിരിക്കാനുള്ള, പുറത്തേക്ക് പോകാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയതിനെ കുറിച്ച് നബി സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റഹിമല്ലാഹു ഉമ്മ ഇസ്മായിൽ, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ലൗ തറക്കത്ത് സംസം വെള്ളത്തെ ആ ഹാജർ ബീവി അങ്ങനെ തന്നെ അങ്ങ് ഒഴിച്ചുവിട്ടിരുന്നുവെങ്കിൽ, അതായത് ഒലിച്ചു പോയിക്കോട്ടെ എന്നാലും ഇവിടെ വെള്ളം ഉണ്ടല്ലോ എന്ന അർത്ഥത്തിൽ അതിനെ കെട്ടി നിർത്താതെ ഒഴിച്ചുവിട്ടിരുന്നുവെങ്കിൽ ലക്കാനത്ത് സംസം ഐന, ഈ സംസം എന്ന് പറയുന്നത് സമൃദ്ധമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നീർച്ചാലായി നമുക്ക് ഇന്ന് അനുഭവപ്പെടുമായിരുന്നുവെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു. ഏതായാലും ശരി, ബഹുമാനപ്പെട്ട ഹാജർ ബീവി റളിയല്ലാഹു അൻഹ വെള്ളം ഉപയോഗിച്ച് ഇനി ജീവിതത്തിന്റേതായിട്ടുള്ള വെള്ളത്തിന് ബുദ്ധിമുട്ടേണ്ട ഒരവസ്ഥയില്ലാത്ത ഒരു സ്വസ്ഥതയുടെ സാഹചര്യമുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോഴും ജനങ്ങളില്ല, വേറൊരു സംവിധാനമില്ല, ഒരു വർത്തമാനം പറയാനോ എന്തെങ്കിലും ഡിസ്കഷൻ നടത്താനോ അല്ലെങ്കിൽ ഇവരുടെ കഷ്ടപ്പാട് പറയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള സന്തോഷം പങ്കുവെക്കാനോ ഒരു മനുഷ്യനും ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സംവിധാനം ഉണ്ടാക്കി. എന്താണത്? ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അതാണ് ഒരിക്കൽ ജുർഹും ഗോത്രക്കാരായിട്ടുള്ള ചില ആളുകൾ അതിന്റെ പരിസരത്തുകൂടെ യാത്ര ചെയ്തു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സംസം വെള്ളം നിൽക്കുന്ന ആ ഭാഗത്ത് ഇങ്ങനെ പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ പക്ഷികളുടെ ഒരു പ്രത്യേക താളാത്മകമായിട്ടുള്ള ആ പറക്കൽ കണ്ടപ്പോൾ അവർ ഈ യാത്രാസംഘം അവർ പറഞ്ഞു, അവിടെ എന്തോ ഒരു വെള്ളത്തിന്റേതായിട്ടുള്ളൊരു പ്രതിഫലനം തോന്നുന്നുണ്ടല്ലോ. അങ്ങനെ 1-2 പേരെ അത് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. ഇവിടെ വെള്ളമുണ്ടെന്നും ആ വെള്ളം സമൃദ്ധമായി ലഭിക്കുന്നുണ്ടെന്നും ഒക്കെയുള്ള വിവരം അവർ ചെന്ന് പറഞ്ഞപ്പോൾ ആ സംഘം മൊത്തത്തിൽ ഇങ്ങോട്ട് വരികയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയും ഉമ്മയെയും കാണുകയും ചെയ്തു. അപ്പോ ഹാജർ ബീവിയോട് അവർ ചോദിച്ചു, അത്തനീനലന അന്നൻസില എന്തക്കി, ഞങ്ങളും ഇവിടെ താമസിക്കാൻ നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. ഹാജർ ബീവി പറഞ്ഞു, നിങ്ങൾ താമസിക്കണമൊക്കെ സമ്മതാണ്, പക്ഷേ ലാ ഹക്കലക്കും ഫിൽ മായി, വെള്ളത്തിന്റെ അധികാരം നിങ്ങൾക്കുണ്ടാവില്ല. വെള്ളം തരില്ല എന്നല്ല, മറിച്ച് അതിന്റെ അവകാശം നിങ്ങൾക്ക് സ്ഥാപിക്കാൻ പറ്റില്ല എന്ന വ്യവസ്ഥയിൽ അവിടെ താമസിക്കാനുള്ള അനുവാദം കൊടുക്കുന്നു. ഓക്കെ, അത് കുഴപ്പമില്ല എന്നവർ പറയുകയും പിന്നീട് അവർ അവിടെ താമസം തുടങ്ങിയപ്പോൾ ജുർഹും ഗോത്രക്കാർ അവരുടെ നാട്ടിലുള്ള കുടുംബങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്
അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കോളനി സ്ഥാപിക്കപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ ജനവാസ കേന്ദ്രമാക്കപ്പെടുന്നത് പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവുകയും ഇസ്മായിൽ കാലചക്രം കടന്നു പോകുമ്പോൾ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം യുവത്വത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം അവരിൽ നിന്ന് അറബി ഭാഷ നന്നായി പഠിക്കുകയും അതേപോലെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ സ്വഭാവവും പെരുമാറ്റവും ജീവിത രീതിയും ഒക്കെ അവർക്ക് നന്നായി ബോധിക്കുകയും ചെയ്തപ്പോ അവരുടെ കൂട്ടത്തിൽ നിന്നൊരു പെൺകുട്ടിയെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് അവർ കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ ആ വിവാഹവും കഴിഞ്ഞ് കുടുംബജീവിതം തുടങ്ങി. ബഹുമാനപ്പെട്ട ഹാജർ ബീവി, ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നു. പിന്നീട് ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവരുടെ വിവരം അന്വേഷിക്കാൻ വേണ്ടി മക്കയിലേക്ക് വരുന്നു. മക്കയിലേക്ക് വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അന്വേഷിച്ചു, ഇസ്മായിലിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പൊ അവർ വീട് ഒക്കെ കാണിച്ചു കൊടുക്കുകയും ഭാര്യയാണെന്ന് പരിചയപ്പെടുത്തിയിട്ട് അവിടെയുള്ള മരുമകളോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ മരുമകളോട് സംസാരിച്ചപ്പോ മരുമകളുടെ സ്വഭാവവും അതേപോലെ തന്നെ ഭർത്താവിനെ കുറിച്ചുള്ള കംപ്ലൈന്റുകളും കുത്തുവാക്കുകളും അതൊക്കെ കേട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് വിഷമം തോന്നുകയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ വന്നാൽ, ഞാനിപ്പോ പോവാണ്, ഇസ്മായിൽ വന്നാൽ എന്നെ സലാം പറയണം, അതോടൊപ്പം തന്നെ ഉമ്മറപ്പടി മാറ്റിവെക്കാൻ പറയണമെന്ന് വസിയത്ത് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പോയി. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം വന്നപ്പോ ആരുടെ ഒരു വരവ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നി തനിക്ക്. ആരെങ്കിലും ഇവിടെ വന്നിരുന്നു എന്ന് അന്വേഷിച്ചു. ഒരു വയസ്സൻ വന്നിരുന്നു, അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, അത് എന്റെ ഉപ്പ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ്, ആ പറഞ്ഞത് നിന്നെ ഒഴിവാക്കാനാണ്, അതുകൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് പോകണം, നിന്റെ കുടുംബക്കാരോടൊപ്പം പോയി താമസിക്കണം എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കുകയും പിന്നീട് ജുർഹും അവിടെ ആൾക്കാരിലേ ഉള്ളൂ, അവരിൽ തന്നെ മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിക്കുകയും പിന്നീട് ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വന്നപ്പോ ആ ഭാര്യയോടും ഇതേപോലെ എന്താണ് നിങ്ങളെ കുടുംബത്തിന്റെ സ്ഥിതി എന്നൊക്കെ ചോദിച്ചപ്പോ അവർ നല്ല സംതൃപ്തിയോടെ സന്തോഷത്തോടെ ഭർത്താവിനെ കുറിച്ച് അതേപോലെ തന്നെ ജീവിതത്തെക്കുറിച്ച് കംപ്ലൈന്റ് ഇല്ലാത്ത, പരാതിപ്പെട്ടി തുറക്കാത്ത, ഉള്ളതുകൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന നല്ല സ്വഭാവം പ്രകടമാക്കുകയും ഇബ്രാഹിം നബി ഇസ്ലാം തിരിച്ചു പോകുമ്പോ മകൻ വന്നാൽ എന്റെ സലാം പറയണമെന്നും അതോടൊപ്പം തന്നെ ഈ ഉമ്മറപ്പടി അങ്ങനെ തന്നെ സ്ഥിരപ്പെടുത്തണമെന്നും നിർദ്ദേശിച്ചു പോയതുമൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ഏതായാലും ശരി, അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആ സമയത്ത് നടത്തിയ ആ പ്രാർത്ഥനയാണ് റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി, എന്റെ സന്താനങ്ങളിൽ നിന്ന് ചിലരെ ഞാനിവിടെ ഈ കൃഷിയില്ലാത്ത ഈ സ്ഥലത്ത് ഈ താഴ്വരയിൽ ഞാൻ താമസിപ്പിക്കുന്നു അല്ലാഹുവേ, അതുകൊണ്ട് റബ്ബനാ എന്റെ നാഥ ഞാൻ അവരോട് താമസിപ്പിക്കുന്നു ലിയുഖീമുസ്സലാ, അവർ നിസ്കാരം നിലനിർത്തുന്നവരാവാനാണ് ഇവിടെ താമസിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഇത് ചരിത്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായി മാറുകയാണ് എന്ന് ചുരുക്കം. അങ്ങനെ ഈ സ്ഥലത്ത് താമസിച്ച് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും അതേപോലെ തന്നെ ഹാജർ ബീവിയും താമസിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് പിന്നീട് സംവിധാനങ്ങൾ മാറുകയാണ്. അതാണ് ഫജഅൽ അഫിദത്തം മിനന്നാസി തഹ്വി ഇലൈഹിം, ജനങ്ങളിൽ നിന്ന് ചിലരുടെ മനസ്സുകളെ അവരിലേക്ക് നീ ചായ്വുള്ളതാക്കണമേ അല്ലാഹുവേ, അതായത് ജനവാസ കേന്ദ്രമായി മാറാനും ഇവർക്ക് ആവശ്യമായ ജീവിതോപാധികൾ കണ്ടെത്താനുമൊക്കെയുള്ള വഴികൾ നീ ഇവിടെ ഒരുക്കി കൊടുക്കണം. വർസുഖ്ഹും മിനസ് സമറാത്തി, അവർക്കിവിടെയുള്ള പഴങ്ങളിൽ നിന്ന് നീ നൽകുകയും ചെയ്യണം. ലഅല്ലഹും യഷ്കുറൂൻ, അവർ നന്ദിയുള്ളവരാവാൻ എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തു. നോക്കൂ, അന്ന് ഫലഭൂയിഷ്ടമായ മണ്ണല്ല മക്ക, എങ്കിൽ തന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അവിടേക്ക് വരുന്ന സംവിധാനം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കി എന്ന് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇബ്രാഹിം നബി പറഞ്ഞു, റബ്ബന, ഞങ്ങളുടെ നാഥ, ഇന്നക തഅലമു മാ നുഖ്ഫി വ മാ നുഅലിൻ, ഞങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും നിശ്ചയം നിനക്കറിയാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ഈ നടത്തുന്ന ദുആയുടെ ഉദ്ദേശം എന്താണ്, എന്റെ ആ സമയത്തുള്ള മനസ്സിലെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ നിനക്കറിയാം അല്ലാഹുവേ. വമാ യഖ്ഫാ അലല്ലാഹി മിൻ ഷൈഇൻ, അല്ലാഹുവിന്റെ മേലിൽ ഒന്നും തന്നെ അവ്യക്തമല്ല. ഫിൽ അർളി വലാ ഫിസ് സമാഇ, ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ഒരു കാര്യവും അല്ലാഹുവിന്റെ മേലിൽ അവ്യക്തമല്ല, എല്ലാം അല്ലാഹുവിന് അറിയാം. അതും ആ റബ്ബേ, ഞാൻ എന്താണ് ഈ ദ്വാരക്കണമെന്നും നിനക്കറിയാമെന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു. എന്നിട്ട് അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബർ, വാർദ്ധക്യ സഹജമായ അവസ്ഥയോടുകൂടെ എനിക്ക് ഔദാര്യമായി നൽകിയ അല്ലാഹുവിനാകുന്നു സ്തുതി. ഇസ്മായിൽ വ ഇസ്ഹാഖ്, ഇസ്മായിൽ നബിയെയും ഇസ്ഹാഖ് നബിയെയും നൽകിയ അല്ലാഹുവിനാകുന്നു സ്തുതി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് 99 വയസ്സുള്ളപ്പോഴാണ് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ജനിക്കുന്നതെന്നും പിന്നെയും 13 വർഷങ്ങൾക്കു ശേഷമാണ് ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം ജനിക്കുന്നതെന്നും മുഫസ്സിറുകൾ ഇവിടെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട് എന്ന് ഇമാം ബഗവി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ഇമാം റാസി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും അങ്ങനെ വയസ്സായ സമയത്ത് എനിക്ക് കുഞ്ഞുങ്ങളെ തന്നു നീ, ഇന്ന റബ്ബി ലസമീഉ ദുആ, നിശ്ചയം എന്റെ നാഥൻ
പ്രാർത്ഥന സ്വീകരിക്കുന്നവനാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു. ഇത്രയൊക്കെ പ്രായവും വിഷമമൊക്കെ ഉണ്ടെങ്കിലും അനുകൂല സാഹചര്യങ്ങളൊന്നും മുന്നിൽ കാണാനില്ലെങ്കിലും റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, പടച്ചവനെ സജ്ജനങ്ങളിൽ നിന്ന് നീ ഔദാര്യമായി എനിക്ക് മക്കളെ തരണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു എന്നർത്ഥം. റബ്ബി ജഅൽനി മുഖീമസ്സലാ, അള്ളാഹുവെ നീ എന്നെ നിസ്കാരം നിലനിർത്തുന്നവരാക്കണമേ. നിസ്കാരം നിലനിർത്തുക, അതായത് അതിന്റെ ഫർളുകളും ഷർത്തുകളും സമയമൊക്കെ പാലിച്ച് എല്ലാ മര്യാദകളും നിബന്ധനകളും ശ്രദ്ധിച്ച് ഒരു കാട്ടിക്കൂട്ടലല്ല, കുത്തിമറിയലല്ല, ശരിയായ വിധത്തിൽ എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന ആളാക്കി മാറ്റണമേ അല്ലാഹുവേ. വമിൻ ദുർരിയത്തി, എന്റെ സന്താനങ്ങളിൽ നിന്നും അങ്ങനെ നിസ്കരിക്കുന്നവരെ നീ ഉണ്ടാക്കണമേ. അപ്പൊ എല്ലാവരും അങ്ങനെ ആവൂല, കോച്ചറായികളൊക്കെ പിന്നീട് വരാനുണ്ട് എന്നർത്ഥം. എന്റെ സന്താനങ്ങളിൽ നിന്നും നീ നിസ്കാരം നിലനിർത്തുന്നവരെ ഉണ്ടാക്കണമേ. റബ്ബന നാഥാവ തഖബ്ബൽ ദുആ, എന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കുകയും ചെയ്യണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, റബ്ബന ഞങ്ങളുടെ നാഥാ ഇഗ്ഫിർലി, എനിക്ക് നീ പുറത്തു തരണമേ, വലിവാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്കും, വലിൽ മുഅ്മിനീന, എല്ലാ സത്യവിശ്വാസികൾക്കും നീ പൊറുക്കണമേ. യൗമ യഖൂമുൽ ഹിസാബ്, വിചാരണ നിലനിൽക്കുന്ന നാളിൽ അഥവാ അന്ത്യനാൾ വരുമ്പോ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും അതേപോലെ തന്നെ എല്ലാ വിശ്വാസികൾക്കും നീ പൊറുക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തു. ഇവിടെ പൊറുക്കണമെന്ന് ദുആ ചെയ്ത മാതാപിതാക്കൾ അവരാരാണ് എന്ന ചർച്ച ഖുർആൻ വ്യാഖ്യാതാക്കൾ നടത്തുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പിതാവ് മാതാവ് മുസ്ലിം ആയിട്ടുണ്ടെന്നും പിതാവ് ആദറല്ല താറഖാണെന്നുമുള്ള അഭിപ്രായം മുഫസ്സിറുകളുടെ കൂട്ടത്തിൽ ഒരു സംഘം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ പാരമ്പര്യം അത് വിശ്വാസികളുടെയും നല്ലവരുടെയും പാരമ്പര്യമാണ് എന്ന ആ താൽപര്യത്തെ അല്ലെങ്കിൽ ആ തെളിവുകളെ സാധൂകരിക്കും വിധത്തിലുള്ള അഭിപ്രായത്തിനാണ് മുൻതൂക്കം നൽകേണ്ടത് എന്നതിനാൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇവിടെ നടത്തിയ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദുആ, ആ ദുആക്ക് മറ്റു വ്യാഖ്യാനങ്ങൾ കാണുന്നതിന് പകരം ആദറിനെക്കുറിച്ചല്ല ആ പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നതായിരിക്കും കൂടുതൽ നന്നാവുക. ഇനി മറ്റൊരു അഭിപ്രായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ആദറാണ് എന്ന് വന്നാൽ തന്നെ ഇവിടെ ദുആ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അവിശ്വാസിക്ക് പാപമോചനത്തിനു വേണ്ടി ദ്വാരക്കാൻ പാടില്ല എന്നല്ലേ മസല എന്ന ചോദ്യത്തിന് മഹാന്മാര് പറയുന്ന മറുപടി ഇമാം റാസി റളിയല്ലാഹുനൊക്കെ പറയുന്ന മറുപടി എന്താണ്? അതൊന്നുകിൽ ഇയാള് അങ്ങനത്തെ അവസ്ഥയിൽ തന്നെ പോകുമെന്ന് അറിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ മുസ്ലിം ആയാൽ പുറത്തു കൊടുക്കണം എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ വലിവാലിദയ്യ എന്ന് പറയുന്നത് ആദം ഹവ്വ എന്നിവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്നിങ്ങനെയുള്ള പല വ്യാഖ്യാനങ്ങളുണ്ട്. എന്തായാലും അവിശ്വാസിക്ക് പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല എന്നുകൂടി പണ്ഡിതന്മാർ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ലത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.